പതുക്കെ വന്നോ കുറുമ്പൻ? ഞങ്ങളിപ്പം മുമ്പേ മുത്തശ്ശീന്റെ കഥ കേൾക്കണം എന്ന് പറഞ്ഞ ഓടി വന്നതായി കുറുമ്പ്. ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആവുന്ന്. മോൻ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കേണ്ടത്? എനിക്ക് മുയലിന്റെ കഥ കേൾക്കണം. എന്നാൽ ഇന്ന് ഒരു മുയലിന്റെ കഥ തന്നെ ആവട്ടെ. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിടുക്കിയായ ഒരു മുയൽ താമസിച്ചിരുന്നു. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കളിച്ചും സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ മുയൽക്കുട്ടി മാത്രം കാട്ടിലൂടെ കറങ്ങി നടന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഫോൺ ഓഫ് ചെയ്ത് കാട്ടിലേക്ക് നടക്കാനിറങ്ങി. പഴങ്ങൾ പറിച്ചു കഴിച്ചും കാടിന്റെ ഭംഗി ആസ്വദിച്ചും അങ്ങനെ കറങ്ങി നടന്നു. പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഒരു ജീവി സ്പീഡിൽ പോയി. അവൾ ആകെ പേടിച്ച് വിറച്ച് കുറ്റിക്കാട്ടിൽ ഒളിച്ചു. അയ്യോ പാവം. എന്നിട്ട് അവൾ തളർന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ അവൾക്കും ആകാംക്ഷയായി എന്താണതെന്ന് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ത് ജീവിയാണെന്ന്? ഇല്ല മുത്തശ്ശി, എന്ത് ജീവി അത്? കടുവ? അല്ല. ബാക്കി പറ മുത്തശ്ശി. അതെന്ത് ജീവിയാണെന്നറിയാൻ അവൾ ഒരു സൂത്രം ഒപ്പിച്ചു. അവൾ അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കി. പക്ഷെ ഫോണിൽ അതിന്റെ ഒരു പൊടി പോലും കണ്ടില്ല. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നൊരു ശബ്ദം. നീ ആരാണ്? എന്തിനാണ് എന്റെ ഫോട്ടോ എടുക്കുന്നത്? മുയൽ പേടിച്ച് തിരിഞ്ഞു നോക്കി. അപ്പോൾ അതാ സുന്ദരനായ ഒരു മാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു. നമസ്കാരം ചേട്ടാ. ചേട്ടൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്? ഇത്രയും വേഗത്തിൽ ഓടുന്ന ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് മുയലിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത്. മാനിനത് വളരെ സന്തോഷമായി. അവർ രണ്ടുപേരും കൂട്ടുകാരെ. അപ്പോൾ മുയൽ ചോദിച്ചു, ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെയും ഓടാൻ പഠിപ്പിക്കുമോ? അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. മാൻ മുയലിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു തുടങ്ങി. ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു. പലതിലും തട്ടി തടഞ്ഞു വീണു. മുയലിന് സങ്കടമായി. പക്ഷെ അവൾ തളർന്നില്ല. അങ്ങനെ അവസാനം മാനും മുയലും ഒപ്പത്തിനൊപ്പം എത്തി. അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു. മാനിനോട് യാത്ര പറഞ്ഞ് മുയൽ സ്വന്തം മാളത്തിലേക്ക് പുറപ്പെട്ടു. മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയതാ? നടന്നതെല്ലാം മുയൽ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ അവളെ കളിയാക്കി. അയ്യോ, മാനിനെ പോലെ നീ ഓടിയെന്നോ? പുളു അടിക്കാതെ അങ്ങനെയൊന്നും നമ്മൾ മുയലുകൾക്ക് ഓടാൻ കഴിയില്ല. അപ്പോൾ മുയൽ പറഞ്ഞു, എല്ലാവരിലും നിന്നും നമുക്ക് എന്തെങ്കിലും ഒക്കെ പഠിക്കാനുണ്ട്. കൂട്ടുകാർ വീണ്ടും കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവസാനം നിന്നെ തിരഞ്ഞ് ഞങ്ങൾ ഒരു ആംബുലൻസുമായി വരേണ്ടി വരും. അതൊന്നും കാര്യമാക്കാതെ മുയൽ പോയി സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം മുയൽ വീണ്ടും യാത്ര തുടർന്നു. തവണ അവൾ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു. തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ മുയൽ വിളിച്ചു പറഞ്ഞു. തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. മുയൽ വീണ്ടും പറഞ്ഞു, നിങ്ങളെ പോലെ ഇത്രയും നല്ല ഒരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി. രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിന്റെ അടുത്തെത്തി. നീ ആരാണ്? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവർ പരിചയപ്പെട്ടു.
തവള തന്റെ വീരകഥകൾ മുയലിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥയും മുങ്ങാങ്കുഴി ഇട്ടു പോയതും അങ്ങനെ ഒരുപാട് കഥകൾ മുയലെല്ലാം കേട്ടിരുന്നു. അവസാനം മുയൽ ചോദിച്ചു, എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം? തവള സന്തോഷത്തോടെ സമ്മതിച്ചു. അവൾ മുയലിനെ ചാട്ടം പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു. പലതിലും തട്ടിത്തടഞ്ഞ് വെള്ളത്തിലും വീണു. മുയലിന് സങ്കടമായി. പക്ഷെ അവൾ തളർന്നില്ല. അങ്ങനെ അവസാനം തവളയുടെ കൂടെ മുയലും ചാടി ചാടി ഒപ്പത്തിനൊപ്പം എത്തി. മാളത്തിലേക്ക് പോകും മുമ്പേ മുയൽ നല്ലൊരു ചാട്ടക്കാരിയായി മാറിയിരുന്നു. അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു. തവളയോട് നന്ദി പറഞ്ഞ് മുയൽ തന്റെ മാളത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഓരോ ദിവസവും മുയൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേട്ടക്കാരന്റെ കയ്യിൽ പെട്ടു. ഒടുവിൽ അയാൾ നമ്മുടെ മുയലും കൂട്ടുകാരും താമസിച്ചിരുന്ന മാളത്തിന്റെ അടുത്തും എത്തി. കൂട്ടുകാരെല്ലാം പരക്കം പാഞ്ഞു ഓടിയെങ്കിലും നമ്മുടെ മുയലിനൊരു സൂത്രം തോന്നി. അവൾ വേട്ടക്കാരന്റെ മുൻപിൽ ഞൊണ്ടി നടന്നു. വേട്ടക്കാരൻ വിചാരിച്ചു, ഓടാൻ വയ്യാത്തൊരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം. വേട്ടക്കാരൻ അടുത്തെത്തിയതും മുയൽ കുതിച്ചു പാഞ്ഞു. വേട്ടക്കാരൻ വാശിയായി. അയാൾ പുറകെ ഓടി. പക്ഷെ മാനിനെ പോലെ ഓടുന്ന മുയലിനെ പിടിക്കാനുണ്ടോ വേട്ടക്കാരന് പറ്റുന്നു? ഒടുവിൽ ഓടി ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി. വേട്ടക്കാരന് സന്തോഷമായി. ഇനി നീ എങ്ങനെ ഓടും? എനിക്കൊന്ന് കാണണമല്ലോ. മുയലിന്റെ ദേഹത്തേക്ക് വേട്ടക്കാരൻ ചാടി വീണു. മുയലാകട്ടെ കുളത്തിലേക്ക് എടുത്തു ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു. വേട്ടക്കാരൻ പിറകെ ചാടി. മുയൽ ആമ്പൽ ഇലകളിന്മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു. വേട്ടക്കാരൻ കുളത്തിലെ വെള്ളത്തിൽ വീണ് പിടഞ്ഞു. മുയലിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേട്ടക്കാരനെ കടിച്ച് ശരിപ്പെടുത്തി. വേട്ടക്കാരൻ ജീവനും കൊണ്ടോടി. പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല. എല്ലാവരെയും രക്ഷിച്ച മുയലിനെ ആ കാട്ടിലെ മുയലുകളുടെ നേതാവാക്കി. ആ മിടുക്കിയായ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു. എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരാക്കി. കുട്ടികളെ, കഥയിലെ മുയലിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. ജീവിതത്തിൽ എന്നെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടും, തീർച്ച. അപ്പോ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ? അതെ മുത്തശ്ശി, ഞങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങും. എല്ലാം പഠിക്കും, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മിടുക്കി.